പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 23 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ വാഴ്ത്തുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത് ഓർത്ത് നോക്കി. എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചത്. നമ്മുടെ യാത്രകളിൽ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുവിച്ചു. കർത്താവിൻ്റെ ഉള്ളം കൈ നമ്മളെ കഴിഞ്ഞ പകൽക്കാലം പരിപാലിച്ചതോർത്ത് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി, കർത്താവിനെ താങ്ങിയത് കൊണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു. നമ്മുടെ കഴിവിനാലല്ല നമ്മൾ ഉണർന്നത്, ദൈവകൃപയാണ്. അക്കരമുയർത്തി പറഞ്ഞു താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രമപ്പ, 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 സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ഈ പകൽക്കാലം കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും ഇന്ന് പകൽക്കാലം കാവലായി നിൽക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവൻ ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. നമുക്ക് കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവൻ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ പകൽക്കാലം ദൈവിക അത്ഭുതങ്ങളുടെ പകൽക്കാലമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആമേൻ അത്ഭുതം കാണുന്ന ഒരു പകൽ ഈ മാർച്ച് മാസം 23 തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മിറക്കിൾ ഡേ ആയി മാറട്ടെ. തങ്ങളുടെ ശരീരത്തിൽ അവർ അത്ഭുതം കാണട്ടെ, തങ്ങളുടെ ഫൈനാൻസിൽ അവർ അത്ഭുതം കാണട്ടെ, തങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് അവർ അത്ഭുതം കാണട്ടെ. അവർ ആയിരിക്കുന്ന എല്ലായിടത്തും ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട് സന്തോഷിക്കുവാൻ കർത്താവിന് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ഇതുവരെ അനുഭവിക്കാത്ത പ്രത്യേക കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ലഭിക്കട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കർത്താവിൻ്റെ പ്രത്യേകമായ സമാധാനവും സന്തോഷവും തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ സമയത്ത് രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളെ വിട്ടുവാൻ കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് അമേൻ അമേൻ ക്യാൻസറിനാൽ ഭാരപ്പെട്ട് 3rd സ്റ്റേജ് 4th സ്റ്റേജായി അമേൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരിപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവുക. അതുപോലെ നാളുകളായി ചുമയാൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചുമ, അസ്വസ്ഥത അവരെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സ്വസ്ഥമാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരിക്കലൂടെ പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസിനാൽ ഭാരപ്പെടുന്നവർ, ജോയിൻറ്റ് പെയിനിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുത സൗഖ്യം നടക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവെ, ഇന്ന് സൺഡേ ലോകവ്യാപകമായി ആരാധന നടക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നടക്കട്ടെ, ആത്മപകർച്ചകൾ നടക്കട്ടെ. ലോകവ്യാപകമായി കർത്താവെ ഒരു ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ആരാധനയുണ്ട്. പ്രത്യേക മീറ്റിംഗ് ആണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി ദൈവപ്രവൃത്തി നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 27:13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അപ്പോൾ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം
നിശ്ചയമായിട്ടും വിശ്വസിക്കണം. നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മൾ ദൈവത്തിൻ്റെ നന്മ നിശ്ചയമായി കാണും. എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും, ഏതൊക്കെ പ്രതികൂലങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടന്നു പോയാലും, ഏതൊക്കെ താഴ്വരകളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും വിശ്വസിക്കുക, നിശ്ചയമായി ദൈവത്തിൻ്റെ നന്മ നമ്മൾ കാണുക തന്നെ ചെയ്യും. കാരണം കർത്താവ് നമ്മുടെ വെളിച്ചവും നമ്മുടെ രക്ഷയുമാകുന്നു. അപ്പം നമുക്ക് ചുറ്റും എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും, ഏതൊക്കെ പ്രതിസന്ധികൾ, നമ്മുടെ ജീവന് നേരെയുള്ള പ്രശ്നമായാലും, നമ്മുടെ ഏത് ശാരീരികമായ പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളാണെങ്കിലും, നമുക്ക് ചുറ്റും ശത്രുവിൻ്റെ പദ്ധതികൾ എത്ര വലിയതായി ഇന്ന് കാണുന്നുവെങ്കിലും, വലിയ പ്രതികൂലങ്ങൾ വന്നാലും നിശ്ചയമായും ദൈവത്തിൻ്റെ പൈതൽ വിശ്വസിക്കണം, ഞാൻ ദൈവത്തിൻ്റെ നന്മ ഇതിൻ്റെ നടുവിൽ കാണും. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് എഴുതുന്നത്. അതായത് സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നാൻ അടുത്തു വരുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളമിറങ്ങിയാലും എൻ്റെ ഹൃദയം പേടിക്കുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. കാരണം എന്നാ, അനർത്ഥ ദിവസത്തിൽ കർത്താവ് എന്നെ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇന്ന് നമ്മുടെ പ്രത്യാശ അതായിരിക്കണം. ഒരു ദൈവവേദനയുടെ പ്രത്യാശ അതായിരിക്കണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുമ്പോൾ ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നമ്മൾ പറയണം, എൻ്റെ കഷ്ടതയുടെ ദിവസങ്ങളിൽ കർത്താവ് എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ ഓർത്തോണം, പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, പ്രതികൂലങ്ങൾ എത്ര വലുതാണെങ്കിലും നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. എല്ലാവരും കൈവിട്ടെന്ന് പറഞ്ഞാലും, എവിടൊക്കെ പ്രതികൂലങ്ങൾ വന്നെന്ന് പറഞ്ഞാലും കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രയാസങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ്, ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് എന്ത് ചെയ്യുക? കർത്താവിൽ പ്രത്യാശ വെക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും പറയുന്നത്, കർത്താവിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, കർത്താവിൽ പ്രത്യാശ വെക്കുക. നിങ്ങൾ ഇന്ന് ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോവുക? കുരിൽ താഴ്വരയിൽ കൂടെയാണോ കടന്നു പോകുന്നത്? അഗ്നിചൂളയിൽ കൂടെയാണോ കടന്നു പോകുന്നത്? കുഞ്ഞെ, ഏത് വിഷയത്തിലൂടെയാണെങ്കിലും ഇന്ന് കർത്താവിൽ നീ പ്രത്യാശ വെക്ക്, ധൈര്യപ്പെട്ടിരിക്കെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. കാരണം നിശ്ചയമായിട്ടും ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ നമ്മൾ കണ്ടിരിക്കും, ദൈവപ്രവൃത്തി കണ്ടിരിക്കും. ഇന്ന് കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം നമ്മളെ അത്ഭുതമാക്കി മാറ്റും കേട്ടോ. അതുകൊണ്ട് പ്രത്യാശ കൈവിടല്ലേ, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകല്ലേ, നിരാശപ്പെട്ടു പോകല്ലേ, തളർന്നു പോകല്ലേ. പ്രത്യാശയോടെ കർത്താവിനെ കൈകൾ ഉയർത്തി പറയണം, കർത്താവെ, ഞാൻ നിശ്ചയമായിട്ടും അങ്ങനെ നന്മ കാണുക തന്നെ ചെയ്യും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കട്ടെ, ഇവരുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഇവരിന്ന് കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് ധൈര്യത്തോടെ വിശ്വസിക്കുവാൻ ഉറപ്പും ധൈര്യവുമുള്ളവരായി തീരുവാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരികയും we are blessed, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.